നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിംഗിൽ അതൃപ്തി അറിയിച്ച കോടതി അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്നും ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കാൻ നോക്കുന്നത് എന്നുമായിരുന്നു ചോദിച്ചത്. കേന്ദ്ര സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ എല്ലാ കണക്കുകൾക്കും വ്യക്തത വേണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അക്കൗണ്ട് ഓഫീസറോട് ഇന്ന് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. ഇന്ന് SDRF അക്കൗണ്ട് ഓഫീസർ ഹാജരായപ്പോഴാണ് കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതും. അതേസമയം ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വരാൻ ഇടയാക്കിയത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. ആഭ്യന്തരമന്ത്രി വാ തുറന്നതോടുകൂടി സർക്കാരിന് തിരിച്ചൊന്നും പറയാനില്ലാത്ത അവസ്ഥയായി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ട് സർക്കാരും CPM-ഉം രംഗത്ത് വരുമ്പോൾ വീഴ്ച സർക്കാരിന് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ചോദിച്ച റിപ്പോർട്ടിൽ 3.5 മാസത്തോളമാണ് സർക്കാർ അടയിരുന്നത്. റിപ്പോർട്ട് കൊടുത്തതിന് പിന്നാലെ അവഗണനയുടെ പേരിൽ കോടതിയിൽ നിലപാടും സ്വീകരിച്ചു. നേരത്തെ വയനാട് MP-യും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ നേരിട്ട് കണ്ട നിവേദനം സമർപ്പിച്ചിരുന്നു. ഇതിന് നൽകിയ മറുപടിയിലാണ് അമിത്ഷാ സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയാണ് സഹായം വൈകാൻ കാരണമായതെന്ന് ആരോപിച്ചത്. ദുരന്തത്തിൽ കേരളത്തിന്റെ വിശദ നിവേദനം ഏറെ വൈകിയാണ് ലഭിച്ചതെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. വിശദ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തി. നവംബർ 13-നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും വിവരങ്ങൾ നൽകാൻ 3.5 മാസം വൈകി. ദുരന്തമുണ്ടായ സമയത്ത് കേന്ദ്രം എല്ലാ സഹായങ്ങളും നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുമായി നിരന്തരം സംസാരിക്കുകയും ആവശ്യമായ സേനകൾ നൽകുകയും ചെയ്തു. അമിത്ഷാ പ്രിയങ്കയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്ന കാര്യങ്ങളാണിവ. കേരളത്തിന് ഉചിതമായ സഹായം തന്നെ നൽകുമെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നതും. ദുരന്തവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ നിവേദനം നിലവിൽ സെക്രട്ടറിമാരുടെ സമിതി പരിശോധിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാനം BJP നേതൃത്വം നൽകുന്ന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് തുടരുന്നതിനിടെയായിരുന്നു അമിത്ഷാ തന്നെ വിഷയത്തിൽ നേരിട്ട് പ്രതികരണം അറിയിച്ചത്. എന്നാൽ അമിത്ഷായുടെ മറുപടി എക്സ്പോസ്റ്റിൽ പങ്കുവെച്ച പ്രിയങ്ക ഗാന്ധി ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നായിരുന്നു പറഞ്ഞത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇരകളെ പിന്തുണയ്ക്കാൻ മാനവികതയ്ക്കും അനുകമ്പയ്ക്കുമാണ് മുൻഗണന നൽകേണ്ടതെന്നും പ്രിയങ്ക എക്സ്പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചു. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നായിരുന്നു പ്രിയങ്കയുടെ ആവശ്യം. അതേസമയം വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പ്രിയങ്കയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഇരകളുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നതാണ്. വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും 2 തട്ടിലാണെന്ന കാര്യം വ്യക്തമാണ്. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു. ഇതോടെ കടുത്ത വിമർശനമാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്. കേരളത്തിന് ദുരന്ത നിവാരണ ഫണ്ട് നേരത്തെ കൈമാറിയതാണെന്നും ഇതിൽ നിന്നും പുനരധിവാസം ഉൾപ്പെടെ ഉറപ്പാക്കണമെന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. എന്നാൽ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് പുനരധിവാസം സാധ്യമല്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. നിലവിൽ വയനാട് ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടമായവർ കടുത്ത ആശങ്കയിലാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ കൈമലർത്തുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ദുരന്തത്തിൽ സർവവും നഷ്ടമായ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഇതോടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടി അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശവും നൽകി. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ചെലവഴിക്കാൻ കേന്ദ്രം ഉപാധി വയ്ക്കുകയും അതുപ്രകാരം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ തുക ചെലവഴിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് സംസ്ഥാനം വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോടതി കർശന നിലപാടെടുത്തത്.
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസറോട് കണക്കിൽ വ്യക്തത വരുത്താനായി ഹാജരാകാൻ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെടുകയായിരുന്നു. അടിയന്തര സഹായമായി ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 153.467 കോടി രൂപയുടെ സഹായം നൽകാൻ തീരുമാനിച്ചതായി കേന്ദ്രം പറയുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നതിൽ ഉപാധി വെച്ചിരിക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ 782.99 കോടി രൂപയുണ്ടെന്നും അതിന്റെ പാതിയെങ്കിലും വയനാടിന്റെ പുനരധിവാസത്തിനായി ഉപയോഗിച്ചാലേ അടിയന്തര സഹായമായി അനുവദിച്ച 153 കോടി രൂപ വിനിയോഗിക്കാനാകൂ എന്നതായിരുന്നു ഉപാധി. SDRF-ലെ തുക വിനിയോഗിക്കാൻ സാങ്കേതിക തടസ്സങ്ങളാണ് സംസ്ഥാനം പറയുന്നത്. നടപടിക്രമങ്ങളുടെ പേരിൽ മറ്റൊരു ദുരന്തം ഉണ്ടാക്കരുതെന്നും കോടതി പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത വായുസേനയുടെ ബിൽ സംസ്ഥാനം ആദ്യം നൽകണമെന്നും പിന്നീട് അത് തിരിച്ചു കിട്ടുമെന്നുമായിരുന്നു കേന്ദ്രം വിശദീകരിച്ചത്. പണം നേരിട്ട് നൽകുന്നതും റീഇംബേഴ്സ്മെന്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ദുരന്തമുണ്ടാകുമ്പോൾ സഹായം നേരിട്ട് കൊടുക്കാൻ കഴിയുമോ എന്ന് അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകനും വ്യക്തമാക്കി. നന്ദി.